നിരവധി മോഹൻലാൽ സിനിമകളാണ് വിവിധ ഭാഷകളിലായി അണിയറയിൽ ഒരുങ്ങുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം എമ്പുരാൻ തന്നെയാണ്. മലയാള സിനിമയിൽ നിലവിൽ ഏറ്റവും ഹൈപ്പ് ലഭിച്ചിട്ടുള്ള, പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമ എമ്പുരാനാണ് എന്നതിൽ സംശയമില്ല. ലൂസിഫർ കഴിഞ്ഞ നാൾ മുതൽ മലയാളികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രമായ എമ്പുരാന്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ ഹൈപ്പ് കൂട്ടാതിരിക്കാൻ പൃഥ്വിരാജ് പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും എമ്പുരാൻ വലിയൊരു സിനിമയാണെന്ന് പ്രേക്ഷകർക്കറിയാം. ഇക്കാര്യം നടൻ ഇന്ദ്രജിത്തും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലൂസിഫറിനേക്കാളും ലാർജ് സ്കെയിൽ സിനിമയാണ് എമ്പുരാൻ എന്നും ഒരുപാട് ലൊക്കേഷനുകളുള്ള സിനിമയാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്യുന്ന ചിത്രമാണ് എമ്പുരാൻ. പ്രൊഡക്ഷൻ വൈസ് ഏറ്റവും അധികം കോസ്റ്റ് വരാൻ പോകുന്ന മലയാള ചിത്രം കൂടിയായിരിക്കും ഇത്. PK രാംദാസിന്റെ ആരാണ് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ആവേശം നിറയ്ക്കുന്ന ചോദ്യം അവസാനിപ്പിച്ചാണ് ലൂസിഫർ അവസാനിച്ചത്. എമ്പുരാനിലൂടെ ലൈക്ക പ്രൊഡക്ഷൻസ് മലയാളത്തിലേക്ക് എത്തുന്നു എന്നതാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്. ആശീർവാദ് സിനിമാസിനൊപ്പം ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് എമ്പുരാന്റെ നിർമ്മാണം. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായിട്ടാണ് എമ്പുരാൻ എത്താൻ പോകുന്നത്. മോഹൻലാലിന്റെ 360ാമത്തെ സിനിമയുടെ ചിത്രീകരണവും പുരോഗമിക്കുകയാണ്. L360 എന്നാണ് സിനിമയ്ക്ക് താൽക്കാലികമായി പേര് നൽകിയിട്ടുള്ളത്. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമായതുകൊണ്ടുകൂടി ചിത്രത്തെക്കുറിച്ച് പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. സിനിമയുടെ കഥ കേട്ടപ്പോൾ തന്നെ മോഹൻലാൽ ആവേശഭരിതനായി എന്ന് തരുൺ മൂർത്തി മുൻപ് വ്യക്തമാക്കിയിരുന്നു. രജപുത്രയാണ് ചിത്രത്തിന്റെ നിർമ്മാണം. ഈ സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം പത്തനംതിട്ട റാന്നിയിലെ ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറായിട്ടാണ് എത്തുന്നത്. ഒരു റിയലിസ്റ്റിക് നായിക കഥാപാത്രമായി മോഹൻലാൽ വീണ്ടും എത്തുകയാണ്. ഈ സിനിമയുടെ മറ്റൊരു ആകർഷണം നടി ശോഭനയാണ്. 15 വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും ശോഭനയും ഒരുമിച്ചെത്തുന്ന ചിത്രമാണിത്. ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, മണിയൻ പിള്ള രാജു എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. തെലുങ്കിൽ മോഹൻലാൽ അഭിനയിക്കുന്ന ഒരു ചിത്രം കൂടി ഒരുങ്ങുന്നുണ്ട്. വിഷ്ണു മഞ്ജു പ്രധാന വേഷത്തിലെത്തുന്ന കണ്ണപ്പയിലാണ് മോഹൻലാൽ എത്തുന്നത്. മുകേഷ് കുമാർ സിംഗ് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ചിത്രത്തിലെ ഒരു പോസ്റ്റർ റിലീസ് ചെയ്തിരുന്നു. മോഹൻലാലിന്റെ ഫോട്ടോയ്ക്കൊപ്പം ബാക്ക്ഗ്രൗണ്ടിൽ അമ്പും വില്ലും ഏന്തി നിൽക്കുന്ന ഒരാളെയും ഈ പോസ്റ്ററിൽ കാണിച്ചിരുന്നു. ഇത് മോഹൻലാലിന്റെ കഥാപാത്രമാണോ അതോ സിനിമയിലെ പ്രധാന വേഷമാണോ എന്ന വിവരം വ്യക്തമായിട്ടില്ല. ചിത്രത്തിന്റെ ടീസർ ജൂൺ 13-ന് റിലീസ് ചെയ്യും. 100 കോടി ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം ട്രൂ സ്റ്റോറി ബേസ്ഡ് ആണ്. മോഹൻലാൽ നായകനായി എത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രമായ വൃഷഭയും ഒരുങ്ങുകയാണ്. ചിത്രത്തിലെ മോഹൻലാൽ കഥാപാത്രത്തിന്റെ ലുക്ക് ശ്രദ്ധേയമായിരുന്നു. കയ്യിൽ വാളേന്തി യോദ്ധാവിനെ പോലെയാണ് ഈ കഥാപാത്രത്തെ പോസ്റ്ററിൽ കാണിച്ചിട്ടുള്ളത്. തെലുങ്കിലും മലയാളത്തിലുമായിട്ടാണ് ഈ സിനിമ ഒരുങ്ങുന്നത്. തമിഴ്, കന്നഡ, ഹിന്ദി ഭാഷകളിലേക്ക് കൂടി മൊഴിമാറ്റം ചെയ്യുമെന്നാണ് വിവരം. VFX-ലും മുന്നിൽ നിൽക്കുന്ന ഒരു എപ്പിക് ആക്ഷൻ എന്റർടൈനർ ആയിരിക്കും ചിത്രമെന്നാണ് സൂചന. ഏക്ത കപൂറിന്റെ ബാലാജി ടെലിഫിലിംസ്, കണക്ട് മീഡിയ, AVS സ്റ്റുഡിയോ എന്നിവയുടെ സഹകരണത്തിൽ ഒരുങ്ങുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് നന്ദകിഷോർ ആണ്. റോഷൻ മെക്ക, ഷനയ കപൂർ, സഹ്ര ഖാൻ, രാഗിണി ദ്വിവേദി, ശ്രീകാന്ത് മെക്ക തുടങ്ങിയവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഇന്ത്യൻ സിനിമയിൽ വരാനിരിക്കുന്ന ചിത്രങ്ങളിൽ ഏറ്റവും വലിയ ഒന്നെന്നാണ് നിർമ്മാതാവായ ഏക്ത കപൂർ വൃഷഭയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. 200 കോടി ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം ഈ വർഷം തന്നെ റിലീസിനെത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മോഹൻലാൽ നടനിൽ നിന്ന് സംവിധായകനിലേക്ക് കടക്കുന്ന സിനിമയായ ബറോസും പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രമാണ്. ബറോസ് ഗാർഡിയൻ ഓഫ് ദി ഗാമാസ് ട്രഷർ എന്നാണ് സിനിമയുടെ മുഴുവൻ പേര്. 3Dയിലാണ് ഈ ചിത്രം ഒരുങ്ങുന്നത്. 2019 ഏപ്രിലിൽ പ്രഖ്യാപിക്കപ്പെട്ട ബറോസിന്റെ ഒഫീഷ്യൽ ലോഞ്ച് 2021 മാർച്ച് 24-നായിരുന്നു. ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബറോസ് എന്ന ടൈറ്റിൽ കഥാപാത്രത്തെ തന്നെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് ചിത്രം ഒരുങ്ങുന്നത്. ബറോസിന്റെ മേക്കിംഗ് വീഡിയോ അടുത്തിടെ റിലീസ് ചെയ്തിരുന്നു. ഒരേ സമയം സംവിധായകനായും അഭിനേതാവായും സെറ്റിൽ നിറയുന്ന മോഹൻലാലിനെ വീഡിയോയിൽ പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു. സിനിമാ പ്രേമികൾക്കായി അതിഗംഭീര കാഴ്ചാനുഭവമായിരിക്കും മോഹൻലാൽ ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് മേക്കിംഗ് വീഡിയോയിൽ നിന്നും വ്യക്തമാണ്. റംബാൻ എന്നൊരു സിനിമ കൂടി മോഹൻലാലിന്റേതായി പ്രഖ്യാപിച്ചിരുന്നു. ജോഷി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് നടൻ ചെമ്പൻ വിനോദ് ജോസ് ആണ്. ഒരു മാസ് എന്റർടൈനർ ആകും റംബാൻ എന്ന് ടൈറ്റിൽ മോഷൻ പോസ്റ്ററിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുണ്ട്. കയ്യിൽ തോക്കും ചുറ്റികയുമായി കാറിന് മുകളിൽ നിൽക്കുന്ന മോഹൻലാലിനെയാണ് പോസ്റ്ററിൽ കാണിച്ചിരുന്നത്. മീശ വിരിച്ച് മുണ്ടു മടക്കിക്കുത്തി സ്റ്റൈലിഷായി എത്തുന്ന മോഹൻലാലിനെ കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന് വിദേശത്തടക്കം ഷെഡ്യൂളുകൾ ഉണ്ടായിരിക്കുമെന്നും ഈ വർഷം റംബാന്റെ ഷൂട്ടിംഗ് ആരംഭിക്കും എന്നും
എന്നുമുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. 2025 വിഷു റിലീസായിട്ടായിരിക്കും ചിത്രം തിയേറ്ററുകളിൽ എത്തുക. മോഹൻലാൽ ആരാധകർ കാത്തിരിക്കുന്ന മറ്റൊരു സിനിമ റാമാണ്. ദൃശ്യം, ദൃശ്യം 2, 12th മാൻ, നേരെ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മോഹൻലാലും ജിത്തു ജോസഫും ഒരുമിക്കുന്ന ചിത്രമാണിത്. ഈ ഒരു കോംബോയിൽ വന്ന സിനിമകളുടെ വലിയ വിജയം കാരണം തന്നെ ഈ ചിത്രത്തിന്റെ പ്രഖ്യാപനം മുതൽ വളരെയധികം ആവേശത്തിലാണ് ആരാധകരും പ്രേക്ഷകരും. തൃഷ അഭിനയിക്കുന്ന രണ്ടാമത്തെ മലയാള സിനിമ കൂടിയാണ് റാം എന്ന പ്രത്യേകതയുമുണ്ട്. പക്ഷേ വിവിധ കാരണങ്ങളാൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നീണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ ജിത്തു ജോസഫ് പുതിയൊരു സിനിമ ഫഹദ് ഫാസിലിനോടൊപ്പം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ റാമിന്റെ റിലീസ് ഇനിയും നീണ്ടുപോകാനുള്ള സാധ്യതയാണുള്ളത്.